നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ പല അവസരങ്ങളിലും തേടി വരും. അപ്രതീക്ഷിതമായാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അത്തരത്തിൽ ലോട്ടറി ഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതായത് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം പൊതുഫലത്താൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുവെമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാൻ പൊതുഫലത്താൽ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ഇവരുടെ ജീവിതത്തിലേക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ധനപരമായ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇവർ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലായി വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. ധനപരമായ പല രീതിയിലുള്ള ഉയർച്ചയും ഇവർക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രമാകുന്നു. അതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വലിയ രീതിയിലുള്ള സംഖ്യകൾ തന്നെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയാം. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന നക്ഷത്രമാണ്. പൊതുഫലപ്രകാരമാണ് ഈ ഫലങ്ങൾ പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ജാതകപ്രകാരം സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെയാണ്. ധനപരമായ നേട്ടങ്ങൾ, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും വിഷുവെമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയമാകുന്നു. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്കും സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരുവാൻ
സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയം വിഷു ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നടത്തുകയാണ് എങ്കിൽ അത് അനുകൂലമാകാം. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുന്നവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സിൽ പോലും ഉയർച്ച നേടാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇവർക്ക് നറുക്കെടുപ്പ്, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ, ധനപരമായ ഉയർച്ച വന്നു ചേരുവാൻ, വലിയ രീതിയിലുള്ള സംഖ്യകൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ്. എന്നാൽ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വിഷു ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ഉയർച്ച നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ ഉയർച്ച വന്നു ചേരാം. ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത ഈ സമയം കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം ധനപരമായ ശ്രമങ്ങൾ നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് എങ്കിൽ പോലും ഈ സമയം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു. ഈ സമയം വിഷു ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. തീർച്ചയായും ഇവർക്കും ഇത്തരം സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട പ്രവൃത്തി മേഖലകളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച, അതേപോലെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. നറുക്കെടുപ്പ്, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കാം. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും ഇവർ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ബിസിനസ് പരമായും ഉയരുവാൻ സാധിക്കും. വിഷു ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യക്കുറി, പല വഴികളിലൂടെയും ധനം വന്നു ചേരുക, കൂടാതെ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുക, അത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനും ധനപരമായ ഉയർച്ചയ്ക്കും സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് രേവതി നക്ഷത്രക്കാർ. തീർച്ചയായും ഈ സമയം ഇവർക്ക് വിഷു ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇവർ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമാകാം. എന്നാൽ ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാധ്യതകളുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായ അല്പം സാധ്യത കൂടുതലാണ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു.